മുമ്പ് നിങ്ങളുടെ ഈ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം അല്ലാതെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പുറത്തു വന്നിട്ടുള്ളതായിട്ട് അറിയാം? ഈ ഒരു പുറത്തള്ളിയിരിക്കുന്നവരത് ടീച്ചേഴ്സ് ഉണ്ടോ? എല്ലാവരും ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ 2 ടീച്ചർ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ്. അത് പട്ടികജാതിക്കാർ ടീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടില്ല. അതെ, അതായത് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിന്റെ നവോത്ഥാനം ആ പേരിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അവർ യാതൊരു വിധമായിട്ടുള്ള സ്കൂളിന് ഒരു ശ്രദ്ധ കൊടുക്കാതെയും ഈ ആരാണോ ആ സ്കൂളിന് ഈ വീഴ്ചകൾ കൊണ്ട് പുറത്തേക്ക് പറയാൻ. നീൽ TV ഇന്ന് എത്തി നിൽക്കുന്നത് അയ്യങ്കാളി സ്പോർട്സ് സ്കൂള്, അതായത് വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്ത് പൂങ്കുളം എന്ന സ്ഥലത്താണ് ഈ അയ്യങ്കാളി സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. സ്പോർട്സ് സ്കൂളാണ് ഇത്. കാർഷിക കോളേജിന്റെ ഒരു കോമ്പൗണ്ടിനകത്താണല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം, നമ്മൾ ഈ ഒരു വാർത്ത എടുക്കുന്നതിന്റെ പ്രധാന കാരണം കുറച്ച് അമ്മമാര് കുറച്ച് പുരുഷന്മാരും ഉണ്ടെങ്കിലും കൂടുതലും അമ്മമാരാണ്. സ്ത്രീകളായിട്ടുള്ളവരുടെ അവർക്ക് സംഭവിച്ച തൊഴിൽ നിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് അവര് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഇരിക്കുന്ന സമരമുഖത്താണ്, സമരപന്തലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് അമ്മമാര് സ്ത്രീകൾ വരാനുണ്ട്. ഞാൻ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കതിൻ്റെ പൂർണ്ണ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇതെന്താണ് ഈ ഒരു സമരത്തിലേക്ക് വരാനുള്ള സാഹചര്യം, ഇത് എത്ര ദിവസമായിട്ട് ഇവരുടെ ഈ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നം നടക്കുന്നുണ്ട്, നിലവിൽ ഇവരുടെ ആവശ്യം എന്താണ്, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇവരുടെ നിന്ന് തന്നെ ചോദിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ശ്രീനിവാസൻ. ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കോളേജിൽ നടക്കുന്ന ഈ തൊഴിൽ നിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ശ്രീനിവാസൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. നമ്മൾ അമ്മമാർ കൂടെ തന്നെ ഉണ്ട് എങ്കിലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ ചേട്ടനെ നിന്ന് ചോദിച്ചറിയാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബന്ധുക്കളായിട്ടുള്ളവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു ചെറിയ സമരം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് തൊഴിൽ പ്രശ്നം തന്നെയാണ്. തൊഴിൽ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിൽ നിഷേധം മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഒരു മുഖ്യധാര മാധ്യമങ്ങളോ ഒന്നും തന്നെ വരാത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് സർക്കാരിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ, ഇപ്പോൾ പുതിയ മന്ത്രിസഭ ഇപ്പം വന്നിരിക്കുകയാണ്. VD സതീശനൊക്കെ തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ അയ്യങ്കാളി സ്കൂളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പൂർണ്ണ വിവരങ്ങൾ നമ്മളെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കൂടി നേരിട്ട് അറിയേണ്ടതുണ്ട്. നമുക്ക് ശ്രീനിവാസൻ ചേട്ടൻ തന്നെ ചോദിക്കാം. ചേട്ടൻ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സമരത്തിലേക്ക് ഇങ്ങനെ വരാനുണ്ടായ കാരണം? സമരത്തിന് വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ജൂൺ 1-ാം തീയതി ഈ സ്കൂള് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജോലിക്ക് വരുമ്പോഴാണ് ഞങ്ങളെ പിരിച്ചുവിട്ട വിവരം അറിയുന്നത്. രേഖാമൂലം നമ്മുടെ സ്കൂൾ മേലധികാരിയോ പട്ടികജാതി വകുപ്പോ നമുക്ക് യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ല. നമ്മൾ ഏകദേശം ഞാൻ തന്നെ ഒരു 16 വർഷത്തോളം ഇവിടെ ദീർഘമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേപോലെ എന്നെ കൂടെ ഇരിക്കുന്നവരും 23, 15, 10 വർഷം പഴക്കം ചെയ്ത ജോലിക്കാരാണ്. ഇത് മഹാനായ ശ്രീ അയ്യങ്കാളിയുടെ നാമധേയത്തിൽ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി കേരള ഗവൺമെൻറ്റിന് സംഭാവന ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഏക കായിക സ്കൂളാണ്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന പല വിഷയങ്ങളും ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ പീഡനാവസ്ഥകളും ഞങ്ങൾ മേലധികാരിയെ രേഖാമൂലം അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങളെ ഈ സ്കൂളിൽ നിന്നും മൊത്തമായിട്ട് മാറ്റണമെന്ന് അവരൊരു തീരുമാനമെടുത്തത്. അത് 10 വർഷത്തിൽ കൂടുതലായ ആൾക്കാരെ മാറ്റണമെന്ന് പറഞ്ഞെങ്കിലും 10 വർഷത്തിൽ കൂടുതലായ മറ്റ് അതർ കാസ്റ്റുകാർ ഇതിനകത്ത് നിൽപ്പുണ്ട്. അവരെ തൊട്ടിട്ടില്ല. മൊത്തമായിട്ട് SC/ST കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. SC/ST നമ്മുടെ ഡെവലപ്മെന്റ് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. മാക്സിമം ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും ആ വകുപ്പ് തന്നെയാണ്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ, ഇതിന് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ സ്കൂളിന്റെ എന്ത് കാര്യം പറഞ്ഞിരുന്നാൽ പോലും
അവർ യാതൊരു വിധമായിട്ടുള്ള സ്കൂളിന് ഒരു ശ്രദ്ധ കൊടുക്കാതെയും ആരാണോ ആ സ്കൂളിന് ഈ വീഴ്ചകൾ കൊണ്ട് പുറത്തേക്ക് പറയുന്ന അവർക്കെതിരായി അവർ പ്രവർത്തിക്കുകയുള്ളൂ. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഈ സ്കൂൾ 2003 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണ സാറിന്റെ ആഭിമുഖ്യത്തില് പിന്നെ MA കുട്ടപ്പനാണ് അതിന് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് ആ സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ സ്കൂളിന്റെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ശോചനീയം. അതായത് അന്ന് ആ സ്കൂൾ തുടങ്ങുന്ന സമയത്തുള്ള നിയമനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഏതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അത് പ്രത്യേകം ബയലയിൽ തന്നെ ഉണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കണം ഇവിടുത്തെ നിയമനങ്ങൾ നടത്തേണ്ടതെന്ന്. പിന്നെ വരുന്ന ഗവൺമെന്റോ മറ്റു ഇടപെടൽ മൂലമോ അവരെ തഴയുകയാണ് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്നതേ ഇല്ല. അത് അപ്പൊ ഒരു തീരുമാനം എടുക്കുമ്പോ ഇടപെട്ടോട്ടെ. ഇതിപ്പോ കേവലം തൊഴിൽ നിഷേധം മാത്രമല്ല, ഇത് ഇതിനകത്ത് നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ സർക്കാർ അറിയേണ്ടതുണ്ട്, പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിങ്ങളിപ്പോ പിരിച്ചുവിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഡയറക്ടറും ജില്ലാ മേധാവിയും ഇവിടുത്തെ സീനിയർ സൂപ്രണ്ടും കൂടെ പ്ലാൻ ചെയ്താണ് ഈ പുറത്താക്കൽ പരിപാടി നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര വർഷമായിട്ട് ഈ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ട്, നേരിട്ട് അറിയുന്നുണ്ട്? ഇത് നേരത്തെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ അവതരിപ്പിക്കുമ്പോഴും ഇത് 3-ാം തവണയാണ് ഈ പിരിച്ചുവിടൽ നടക്കുന്നത്. പക്ഷെ ഇതിന് പരിഹാരം കാണാനായിട്ട് പരിഹാരത്തിന് അവര് വന്നിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. അതെ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നു. മന്ത്രി വന്നപ്പോൾ മന്ത്രിയും നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ മന്ത്രിക്ക് നേരെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് നിമിത്തം ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം, ഒരു ആനുകൂല്യങ്ങളൊന്നും നമുക്കിതുവരെ കിട്ടുന്നില്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഗവൺമെന്റ് ആണല്ലോ ഭരിച്ചിരുന്നത്. അതെ. അപ്പൊ ഈ 10 വർഷത്തിന് മുമ്പും അല്ലെങ്കിൽ ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഒന്ന് ഞങ്ങളെ UDF സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്കൂളിൽ ജോലിക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ 10 വർഷക്കാലം LDF സർക്കാരും ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ UDF സർക്കാർ വന്നപ്പം തന്നെ ഇത്തരത്തിലൊരു നടപടി എടുത്തത് UDF സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് LDFന്റെ ചില ഉദ്യോഗസ്ഥന്മാർ എന്ന് വെച്ചാൽ ജില്ലാ ഓഫീസറും ഡയറക്ടറും കൂടെ പ്ലാൻ ചെയ്ത് നടത്തി. നിങ്ങൾ പുറത്താക്കിയെന്ന് പറയുമ്പോ ഇപ്പോ UDF മന്ത്രിസഭ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവുന്നത്. അതെ. അപ്പോ ഇത് പുറത്താക്കിയ ഡേറ്റും, അതായത് ഈ മന്ത്രിസഭ വന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ പുറത്താക്കുന്നത്? മന്ത്രിസഭ വന്നതിന് ശേഷമാണോ? എത്ര ദിവസമായി കാണോ? എന്നാലും അത് ഏകദേശം ഇപ്പൊ ഈ ജൂൺ 2-നൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 10-20 ദിവസം അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 20 ദിവസത്തിന് അകത്ത് വെച്ചിട്ട് ഒരു ഗവൺമെന്റിന് വന്ന സർക്കാർ, ഒന്നാമത്തെ കാര്യം സർക്കാർ കയറിയതേ ഉള്ളൂ, അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ നിങ്ങളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമായിട്ടുള്ള ഒരു ഗൂഢതന്ത്രമാണ്. ഇതിന് ഉള്ളിൽ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരണം. ഇത് ആരാണ് ഇതിന് ചരട് വലിക്കുന്നത്, നിങ്ങൾ പുറത്താക്കിയതിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്ന സത്യത്തിൽ ഇത് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ജാതി വിവേചനം ഇതിനകത്ത് പറയുന്നുണ്ട്. കൃത്യമായിട്ടും തന്നെ ഞാൻ തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചൊരു പീഡനം തന്നെ നടന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. ജോലി ചെയ്ത ശമ്പളം തന്നിട്ടില്ല, ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാറില്ല. വിവരാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മറുപടി മേലധികാരികൾ തരികയില്ല. ഇപ്പം തന്നെ വിവരാവശ്യ കമ്മീഷന് വരെ ഞാൻ പേപ്പർ കൊടുത്തിട്ട് 3 മാസക്കാലമായിട്ടും ഇത് ഹിയറിങ്ങിന് പോലും വിളിച്ചിട്ടില്ല. സ്കൂളിലേറിയ രക്ഷിതാക്കളും ദൂരെയുള്ളവരാണ്. അവർക്ക് ഈ മക്കളുടെ പരാതികളോ പരിഭവങ്ങളോ നമ്മുടെ ഗവൺമെന്റിന്റെ മുന്നെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജിന്റെ മുന്നെയോ ഇന്ന് വരെ അവരത് പറഞ്ഞിട്ടില്ല. പകരം ഇവിടെ SC-കാരായിട്ടുള്ള ജീവനക്കാര് അവരെ സ്വന്തം വർഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഇങ്ങനെയാണല്ലോ, ഇനി ഇവരിങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് എന്തായിരിക്കും ഭാവി എന്ന് വിചാരിച്ച് അവർ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ ഈ സംഭവം പുറത്ത് പറയാൻ നിൽക്കുമ്പോഴാണ് അവർക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴും മാനസികമായ പീഡനം, നിങ്ങൾ ഈ വർഷം കൂടെ ഉള്ളൂ, പിരിച്ചുവിടും. ഇത് ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു സ്ഥാപനം, ആ ഉന്നമനമല്ല അവിടെ നടക്കുന്നത്. പകരം മറ്റ്
വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് വേണോ ചെയ്യാം. കാരണം ഒറ്റയടിക്ക് എമർജൻസി ആയിട്ട് സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ വരെ മുന്നിരുന്ന അധ്യാപകരടക്കമുള്ളവർ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ അവിടെ വർക്ക് ചെയ്തിരുന്നവരും പല ആൾക്കാരും എന്നെ വന്ന് സമീപിച്ചിട്ടുണ്ട്, ഇന്നതാണോ എന്നൊക്കെ. അപ്പം അതിന്റെ വെളിച്ചത്തിൽ അവര് വീഡിയോ അടക്കം അവരെന്നോട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ബന്ധപ്പെട്ട മന്ത്രിയുടെ അടുത്ത്, നേരത്തെ ഇരുന്ന മന്ത്രിമാരുടെ അടുത്തൊക്കെ തന്നെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. എങ്കിലും മന്ത്രി ഓക്കെ പറഞ്ഞാലും കൂടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ ഇതിന് മുൻതൂക്കം കൊടുത്തിട്ടില്ല, ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അത് ഈ വർഷം ഇനി ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവനക്കാരെ പർപ്പസ് ആയിട്ട് പുറത്താക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം അല്ലാതെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പുറത്തു വന്നിട്ടുള്ളതായിട്ട് അറിയാമോ? നമ്മളെ പുറത്താക്കാനായിട്ട് ഒരുപാട് കള്ളക്കേസുകൾ. അല്ല, നിങ്ങളുടെ പ്രശ്നമല്ലാതെ മറ്റ് ഇപ്പൊ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഈ സ്പോർട്സ് കോട്ടയിലാണല്ലോ. അതെ അതെ. ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണങ്ങളോ? അല്ല, അന്വേഷണത്തിന് ഇവിടെ നിന്ന് കൊടുത്താലും അവരും അന്വേഷിക്കാറില്ല. രക്ഷകർത്താക്കള് പരാതി കൊടുത്താലും അന്വേഷിക്കാറില്ല. ഇവരുടെ ആഹാരം, അവരുടെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആഹാരമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇതിന്റെ മറവിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പരാതി ഉണ്ടെന്ന് തന്നെയാണ്? അതെ അതെ, പൂർണ്ണമായിട്ടും പരാതി. ആ പരാതി നമ്മൾ കേരള സമൂഹത്തിനോട് കാണിക്കുകയാണെന്ന് വെച്ചാൽ ഇത് 3 കോടി രൂപയാണ് ഈ സ്കൂളിലേക്ക് സർക്കാർ അനുവദിക്കുന്നുവെന്ന് പറയുന്നത്. അപ്പൊ ചെലവഴിക്കുന്നില്ല. ചെലവഴിച്ചിരുന്ന ഈ സ്കൂൾ ഉന്നത നിലവാരത്തിൽ എത്തുമായിരുന്നു. ഇവിടെ തന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് അനുവദിക്കപ്പെടുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതില്ല. ഇപ്പൊ നിലവില് ഇപ്പൊ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നിട്ടുള്ള അഴിമതി, ആ സ്കൂളിൽ നടന്നിട്ടുള്ള എല്ലാവിധ മനുഷ്യത്വ ലംഘനങ്ങളും പുറത്തു വരരുത്. അതിനു വേണ്ടിയാണ് ഈ പഴയ ആൾക്കാരെ എല്ലാം പുറത്താക്കിയത്. അവര് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ദേശീയ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം പേപ്പേഴ്സ് ഉണ്ട്. ഈ ഫർദർ ആക്ഷൻ ഇനി എടുക്കാൻ പാടില്ല ഇവരുടെ മേൽ എന്നെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും പക്ഷെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി കൊടുത്തവർക്ക് തിരിച്ചു കിട്ടിയ റിപ്ലൈ എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് ഇവരെ മാത്രമായി ഇവിടെ എടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ്. അതുപോലെ തന്നെ ഈ സ്കൂൾ ഇവിടുന്ന് മാറ്റി നിന്ന് ചെറിയ ആൾക്കാർ, ഞാൻ അവിടെ പോയിരുന്നു. അപ്പോ അവര് പറയുന്നത് ഈ സ്കൂൾ ഇവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ആഹാരം, അതല്ലെങ്കിൽ ഇപ്പൊ സ്പോർട്സ് ആണല്ലോ അവർക്ക് മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കായിക ഇനങ്ങളിൽ പോകുന്ന കുട്ടികൾക്ക് സെലക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഈ കോച്ചിങ് അവർക്ക് കിട്ടുന്നുണ്ട്, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം അവര് മികച്ചതാണ്, അങ്ങനെയുള്ള പഠനം ഒന്നും സർക്കാർ നടത്തുന്നുണ്ടോ? അങ്ങനെ ഒരു പഠനവും നടന്നില്ല. അവര് തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. 2003 സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ ഇത്രയും ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും കെയർ കൊടുത്ത് ഇത്രയും പൈസ ചെലവാക്കി ഇവര് ഭാവിയിൽ ഈ കുട്ടികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിനുള്ള ഡേറ്റ ഇന്ന് വരെ കളക്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്ന് ഇപ്പം ഏഷ്യൻ ഗെയിംസിലേക്ക് പോകുന്നുണ്ട്, പറയുന്ന ഒളിമ്പിക്സ്. ഇത്രയും വർഷമായിട്ട് ഈ സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് കോട്ടയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നിന്ന് എത്ര കുട്ടികൾ ഏഷ്യൻ ഗെയിംസിൽ പോയിട്ടുണ്ട്? അതിനുള്ള ഒരു തലത്തിലേക്ക് എത്ര കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്? ഇതിന്റെയൊക്കെ ഒരു കണക്കെടുത്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇതിന്റെ ഒരു ഗുണനിലവാരം നടക്കാൻ പറ്റും. അല്ല ചുമ്മാ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ സ്പോർട്സ് സ്കൂൾ എന്നാണ് പറയുന്നത്. എത്ര രൂപയാണ് ഒരു വർഷം 3 കോടിയോളം രൂപ ഈ സ്കൂളിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. 3 കോടി. ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രേഖയോ ഒരു അച്ചീവ്മെന്റ് ഇതുവരേക്കും, അല്ലെങ്കിൽ പഠിച്ച കുട്ടികൾക്ക് ഫോർമൽസ്, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അങ്ങനെയുണ്ടോ? അതില്ല. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഈ സ്കൂളിനുണ്ട്. പിന്നെ അധ്യാപകര് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അധ്യാപകരുണ്ട് അവിടെ. അല്ലാതെ 2 വിഷയങ്ങൾക്ക് ബയോളജി, ഇംഗ്ലീഷിന് അത് PSC പോസ്റ്റ് ഇല്ലാത്തതാണ്. പോസ്റ്റ് ക്രിയേഷൻ അവിടെ ഇല്ല. 2 പോസ്റ്റിലേക്കും കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് അവിടെ അധ്യാപകരെ എടുക്കുന്നത്. ഇന്ന് നമ്മൾ അവിടെ പോയി പരിശോധിച്ചാൽ 2 മറ്റു കാസ്റ്റുകളിലെ അധ്യാപകരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതായത് ഇപ്പൊ പുറത്താക്കിയിരിക്കുന്ന പറയുന്നത് സ്ഥിരം നിയമനം ഉള്ളവരാണോ? അല്ലല്ല, അവർക്ക് 15
18, 23 വർഷമായവരുണ്ട്. ഉണ്ട്. പക്ഷെ അവർ കോടതിയെ സമീപിച്ചാൽ ഒരു കാരണം 10 വർഷത്തിലേറെയായ അത് കൂടാതെ തന്നെ ഇപ്പൊ അവിടെ സ്ഥിര നിയമനത്തിൽ ഉള്ളവരില് എത്ര SC വിഭാഗത്തിൽപ്പെട്ടവർ? ആരുമില്ല. ഒരൊറ്റ SC പോലും ഇല്ല. ഒരു കുക്ക് എങ്ങാണ്ടോ ഉണ്ടെന്ന് തോന്നാതെ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ, SC കാറ്റഗറി പെട്ടതാണോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരൊറ്റ മനുഷ്യരവിടെ ഇല്ല. ഇപ്പൊ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഇപ്പം ഒരു പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്ന എണ്ണി പറക്കി കഴിഞ്ഞാല് അതിൽ ഏതെങ്കിലും പ്രധാനമായിട്ടുള്ള ചേച്ചിമാർക്കും ഉണ്ടാവുമല്ലോ ആവശ്യങ്ങൾ? ഇതിനകത്ത് വിഷയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥിര നിയമനത്തിന് കൊടുത്തിരുന്നു. സ്ഥിര നിയമനത്തിന് കൊടുത്തിരുന്നപ്പോൾ ഇത് വകുപ്പ് അതിനെ അട്ടിമറിച്ചു. അത് കഴിഞ്ഞിട്ട് 2024 നമ്മൾ വീണ്ടും പാർട്ട് ടൈം സ്വീപ്പറായിട്ട് 3 വർഷക്കാലം ചെയ്തത് കൊണ്ട്, സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് അതിനെയും ഈ ഉദ്യോഗസ്ഥന്മാർ തള്ളിക്കളഞ്ഞിരിക്കുക. ടീച്ചേഴ്സ് ഉണ്ടോ? നമ്മൾ ഈ ഒരു പുറത്തള്ളിയിരിക്കുന്നവരത് ടീച്ചേഴ്സ് ഉണ്ടോ? എല്ലാവരും ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ 2 ടീച്ചർ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ്. അത് പട്ടികജാതിക്കാർ ടീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടില്ല. അതൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. പിന്നെ സത്യത്തിൽ ഇത് അയ്യങ്കാളിയുടെ ലക്ഷ്യമായിട്ട് ഒന്നും തന്നെ ഇതിനകത്തില്ല. പിന്നെ പേര് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ MCRT എന്ന് പറയുന്ന ആള് ഇതിനകത്ത് രാത്രി കാലങ്ങൾ മദ്യപിച്ചാണ് കിടക്കുന്നത്. അപ്പൊ ഈ വിഷയം നമ്മള് വകുപ്പിനെ രേഖാമൂലം മേധാവികളെ അറിയിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ സത്യത്തില് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത്. സത്യത്തിൽ ഇതിന്റെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്ന അനുസരിച്ച് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം ചേട്ടന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു എന്താണോ ലക്ഷ്യം വെക്കുന്നത്, അതായത് ഈ ഒരു സ്കൂള് നിർമ്മിച്ചത് ഏത് സർക്കാരിന്റെ സ്ഥാനത്താണെന്ന് അറിയാം? അത് കോൺഗ്രസിന്റെ MA കുട്ടപ്പൻ അവർ വരുന്ന സമയത്താണ് സ്കൂൾ 2003 ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അതെ. അതായത് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിന്റെ നവോത്ഥാനം ആ പേരിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ എത്ര മാസം ശമ്പളം കിട്ടാണ്ട്? ഇപ്പൊ ഒരു 2022 ഒരു 27 ദിവസത്തെ ശമ്പളം എനിക്ക് തരാനുണ്ട്. അത് വൈറ്റ്നർ വെച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാനിവിടെ 16ാമത്തെ വർഷമാണ് ജോലി ചെയ്യുന്നത്. അതെ, 16 വർഷത്തില് ഈ ഒരു മാസത്തെ പൈസ? അതെ, പൈസ തരാനുള്ള. അതേപോലെ ഉള്ളവർക്ക് അങ്ങനെ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ 8 മാസം ജോലി ചെയ്യാത്ത പെർമനന്റ് സ്റ്റാഫും ഇവിടെ ശമ്പളം കൊടുത്തിരിക്കുന്നു. അല്ല, ഇതിപ്പോ താൽക്കാലിക നിയമനമാണോ നിങ്ങൾക്ക്? താൽക്കാലിക നിയമനം. അതെ. അപ്പൊ ഈ സ്കൂളിൽ മറ്റുള്ള വ്യക്തികൾ അവരൊക്കെ എങ്ങനെയാണ്? അവര് താൽക്കാലിക നിയമനമാണോ സ്ഥിര നിയമനക്കാരാണോ? അവര് താൽക്കാലിക നിയമനമുള്ളവരുണ്ട്, സ്ഥിര നിയമനക്കാരുണ്ട്. അപ്പൊ ഈ സ്ഥിര നിയമനത്തിൽപ്പെട്ട അനേക ആളുകളാണ് നമുക്കെതിരായിട്ട് ഇതിനകത്ത് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അവരാരും പട്ടികജാതിക്കാരല്ല. അപ്പോ അതുകൊണ്ട് പട്ടികജാതിക്കാരെ ഇവിടുന്ന് ഉന്മൂലനാശം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. കാരണം നമ്മളിപ്പോ മറ്റു സമൂഹങ്ങൾ ജോലി ചെയ്യേണ്ടെന്നോ അങ്ങനൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ സ്കൂൾ എന്ന് പറയുന്നത് SC വിഭാഗത്തിന്റെ ക്ഷേമത്തിനും അവരുടെ പുരോഗതിക്കും തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സ്കൂളിനെ ഉയരങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടെയാണ് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പോലും ഈ സ്കൂളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മഹാത്മാവിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും മഹാത്മാവിന്റെ ഒരു പ്രതിമ പോലും അവിടെ ഇല്ല. ഇപ്പൊ ഓവറോൾ ഇപ്പൊ നമ്മളിതെല്ലാം അറിയുമ്പോഴും ഇനി എന്താണ് നമുക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണപ്രദമാകും? ഈ ഒരു കമ്മ്യൂണിറ്റിയോട് അവഹാകമുള്ള ഒരു പോസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അത് ഈ മന്ത്രിസഭയിൽ അവര് ഇതിനെ സബ്മിഷന് വെച്ച് പുതിയ ഉത്തരവിറക്കി അല്ല ഇവിടുത്തെ വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ മന്ത്രി ഒരു സ്ഥാനത്ത് ഇരിക്കുന്നുവെങ്കിൽ മന്ത്രിക്ക് ഓടി വന്ന് ചെയ്യാൻ പറ്റൂല. അതിനാണല്ലോ വകുപ്പുകളെ കൊടുത്തിട്ടുള്ളത്. ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കെടുകാര്യസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ ഒരു ധാർഷ്ട്യത്തോടുള്ള സംസാരം. എന്താണ്, ഡയറക്ടർ ആണേലും ജില്ലാ ഓഫീസർ ആണേലും ഇതാണല്ലോ സംഭവിക്കുന്നത്. അപ്പം പിന്നെ അവിടെ നമുക്ക് എന്ത് കാര്യം പറഞ്ഞാൽ എന്നുവെച്ചാൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണ് അവിടെ ഏറിയ SC വിഭാഗത്തിൽ ഇപ്പോഴുള്ളത്. അവര് പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ഗ്രൗണ്ട് ലിങ്ക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അല്ലാതെ അവരെ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വ ഗുണം അവിടെ ഒരിക്കലും വരുന്നില്ല അവിടെ.
അതാണ് അവിടെ സംഭവം. പിന്നെ ഇവിടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, അവർ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരിക്കലും ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഒരു പരാതി മന്ത്രി തലത്തിൽ കൊടുക്കാൻ പറ്റാത്ത എന്തെന്ന് വെച്ചാൽ, കുട്ടികൾ അവരുടെ ബേസിക് നീഡ്സ് ആയ ഫുഡ്, ഷെൽട്ടർ, ഇത് കാര്യം അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് പിന്നെ ഫ്രീഡവും വേണം. അല്ലാതെ അവർക്ക് പഠിത്തത്തില് ഭാവിയെ കുറിച്ച് ആ കുട്ടികൾക്ക് ചിന്തയോ അവർക്കൊരു പ്രത്യേകം ഗൈഡൻസോ ഇങ്ങനെയൊന്നും. പണ്ട് 2014-ലും 2013-ലും ഒക്കെ കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരെ പ്രത്യേകം അധ്യാപകരെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ കാലയളവിൽ അങ്ങനെ പോലും അവിടെ ഒന്നുമില്ല. ഒരു കാര്യം, നമ്മൾക്ക് അവിടെ ചെന്ന ആ ഗ്രൗണ്ടില് ഈ കുട്ടികൾ സ്പോർട്സ് കുട്ടികളാണ്, അവർക്ക് എക്യുപ്മെന്റ്സ് നോക്കണം. എന്ത് എക്യുപ്മെന്റ്സ് അവിടെ ഒന്നും തന്നെ ഇല്ല. അവിടെ അതെല്ലാം തുരുമ്പ്. സ്റ്റേഡിയം ഉണ്ട്, ഒരു പിന്നെ അവർക്കൊരു ഹാൾ ഉണ്ട്, എല്ലാം ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, ഇതെല്ലാം കൃത്യമായിട്ടുള്ള പ്രവർത്തനമല്ല, എല്ലാം തുരുമ്പ് പിടിച്ച ആ ഒരു അവസ്ഥയിലാണ് അവിടെ പോകുന്നത്. പിന്നെ ഈ കോടികൾ ഇവർക്ക് കൊടുക്കുന്നത് ഈ അധ്യാപകർക്ക് സൂക്ഷ്മമായി കുടുംബവും, അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരാണ്, സാലറി അവർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ട്. അവര് 9-10. ഈ പിന്നെ ഈ വന്നു ചേരുന്ന സാമ്പത്തികം മൊത്തം എങ്ങോട്ടാണ് പോകുന്നത് അന്വേഷണം നടത്തിയിട്ടില്ല. ഇത് എവിടെ അന്വേഷിക്കുക? സ്പോർട്സ് കിറ്റ് 12 ലക്ഷം 30 ലക്ഷം എന്ന് പറയുന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന സ്പോർട്സ് കിറ്റ് അത് ക്വാളിറ്റി ഉള്ളതാണോ? അത് പിന്നെ ഈ കുട്ടികൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നു? അതിനൊന്നും അവിടെ അതിന് യാതൊരു ഇതൊന്നുമില്ല. അവര് കുറെ ഫണ്ട് റിലീസ് ചെയ്യും, ഫണ്ട് സാങ്ഷൻ ചെയ്യും, ഇങ്ങോട്ട് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കും, ഇവിടെ അത് സാങ്ഷൻ ചെയ്ത് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് അവിടെ കാലാകാലങ്ങളിൽ ഒരു മാർഗം, ഒരു പരിഹാരം എന്ന് പറയുന്നത്. അധ്യാപക നിയമനങ്ങളിൽ കൃത്യമായ അഴിച്ചുപണി ഉണ്ടാവണം. പിന്നെ റെസിഡൻഷ്യൽ സ്കൂളാണ്, അധ്യാപകർ നിന്ന് പഠിപ്പിക്കണം. ഇതെവിടെ നിന്ന് പഠിപ്പിക്കുന്നു? അവിടെ അതും ഒരു വീഴ്ചയാണ്. എല്ലാ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ അധ്യാപകർ നിന്നാണ് പഠിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നില്ല. അവർ നിന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞ് പ്രത്യേക ഇവര് PSC എഴുതി ഗവൺമെന്റ് പോസ്റ്റിലുള്ളവരാണ്. ഈ സ്കൂളിലോട്ട് അവരെ പ്രത്യേകമായിട്ട് നമ്മളെ വകുപ്പ് അവരെ ഇന്റർവ്യൂ ചെയ്തെടുക്കും. ഇത് ഏത് രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാണ്? ഇത് നമ്മുടെ മിനിസ്റ്റർ തന്നെ ഒരു പ്രത്യേക കമ്മീഷൻ പോലെ ഒരു സമിതിയെ വെക്കുക, A to Z. പിന്നെ നമ്മുടെ സ്കൂളിൽ ഒരു കൗൺസിലർ വേണം. ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടികൾക്കും വേണം. കുട്ടികൾ എന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്, അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ടൈമിലി അവരെ അത് ഇടപെട്ടുകൊണ്ട് കുട്ടികളെ അതിനൊരു കൗൺസിലിംഗ് വേണം. അതും ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഓൾറെഡി എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട്. ആ കൗൺസിലർ നമുക്ക് വേണ്ട. പകരം നമ്മുടെ വകുപ്പിന്റെ കീഴിൽ നമ്മുടെ ഇതിൽപ്പെട്ട ഒരാളെ തന്നെ 2 പേരെ വെക്കും. എന്നുവെച്ചാൽ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മളെ ഗോപാലകൃഷ്ണൻ സാർ IAS ഡയറക്ടർ ആയിരുന്നപ്പോഴേക്കും സാറ് പരാതികൾ കണ്ടതിന്റെ ഫലമായിട്ട് സാറ് 2 കൗൺസിലേഴ്സിനെ അവിടെ പോസ്റ്റ് ചെയ്തു. ആൺകുട്ടികൾക്കൊന്ന്, പെൺകുട്ടികൾക്കൊന്ന്. ഇവര് വന്ന് കണ്ടപ്പോൾ എത്രയോ പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത്. അത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടത്തെ എന്നിട്ട് ഈ സ്കൂളിന്റെ റിസൾട്ട് നോക്കുക, 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം ഒരു A+ പോലും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി ഒരു പ്രത്യേക സമിതി വെച്ച്, മന്ത്രി സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം മന്ത്രി 2ാം തീയതിയോ 3ാം തീയതിയോ സ്കൂൾ സന്ദർശിച്ചിരുന്നു. അപ്പൊ പ്രസന്റ്ലി അവിടുത്തെ ശോചനീയ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സ്റ്റേണലി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്റേണലി മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള ആ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സിനെ മൊത്തം അവിടെ മാറ്റി തന്നെ വേണം. ഇതുപോലെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മാറ്റിയിട്ടുണ്ട്. ഇവര് പുതിയത് ആൾക്കാർ വന്നിട്ട് 3 വർഷം ആയിട്ടില്ല. അപ്പോ ഇതൊക്കെ ചെയ്തത് അവിടെ ഇപ്പൊ ഈ സമരത്തിനിരിക്കുന്ന ആ ജീവനക്കാരടക്കമുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ കൂട്ട ട്രാൻസ്ഫർ വരെ അവിടെ ഉണ്ടായിട്ട് SC വിഭാഗത്തിൽപ്പെട്ട പിന്നെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർ പോസ്റ്റ് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവര് ഒരു 1.25-1.5 മാസം വരെ അവരവിടെ ജോലി, 1.25-2 മാസം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലെ അധ്യാപകരാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ സ്കൂളിനെ നല്ല ഒരു സ്കൂളാക്കി മാറ്റണമെങ്കിൽ അതുപോലെ കോൺട്രാക്ട് ടീച്ചേഴ്സ് അവരാകുമ്പോൾ സ്റ്റേ ചെയ്ത് പഠിപ്പിക്കും. പല ജില്ലകളിൽ നിന്നായിക്കോട്ടെ, ഈ ജില്ലയിൽ നിന്ന് തന്നെ വേണ്ട, അവിടെ നിർത്തിക്കൊണ്ട് അവരെ അപ്പൊ ട്യൂട്ടേഴ്സിന്റെ ആവശ്യമില്ല. ആ സ്കൂളില് ടീച്ചേഴ്സും കൂടെ വൈകുന്നേരം കുട്ടികളെ നോക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു
നിലയിൽ ഈ സ്കൂൾ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല സ്കൂളിൻ്റെ നമ്മൾ അകത്ത് കയറി ഹോസ്റ്റൽ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ശുചീകരണം അവിടെ ഇല്ല. എന്നുവെച്ചാൽ പണ്ട് കാലത്തുണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇത്രയും നമ്മൾ വികസിത രാജ്യം എന്ന് പറയും തോറും എന്താണ് പിന്നെ ആ ഒരു കൾച്ചറിലാണ് അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ ചെന്ന്. അല്ല, ഇവർക്ക് ഒരു പക്ഷെ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്ന നിയമസഭയ്ക്ക് മുന്നിലാണ് ഈ കെട്ടിട സ്ഥിതി. അതാണ് ഇത്രയും തലസ്ഥാന നഗരിയിൽ ആണ് ഇത് സംഭവിക്കുന്നു. അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു എന്നിട്ട് ആ മനുഷ്യന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവർക്ക് അങ്ങനെയാണെങ്കിൽ ഇവര് മറ്റു വിഭാഗരെ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ ആ വിഭാഗത്തിലെ കുട്ടികളാക്കി ഇവരങ്ങ് പഠിപ്പിച്ചോട്ടെ. അതല്ലേ നല്ലത്. എസ് സി വകുപ്പിന്റെ ആ കീഴിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് മറ്റു വിഭാഗങ്ങൾ കൊണ്ടുപോയി. ഈ എസ് സി ഫണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? എസ് സിക്കാർക്കല്ലേ. അതല്ലാതെ മറ്റു കാസ്റ്റുകാർക്ക് കൊടുത്തിട്ടാണോ അത് വകയിരുത്തേണ്ടത്? വേണ്ട ശ്രദ്ധയില്ലാതെ പോകുന്നത്. അത് വകയിരുത്തേണ്ടത് അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് SNDP സ്കൂളിൽ എന്തുകൊണ്ട് അവർ ജോലി കൊടുക്കുന്നില്ല? NSS സ്കൂളിൽ അവരെന്ത് ജോലി കൊടുക്കുന്നില്ല? മണി കൊടുത്താലും ഇല്ല. അവരെ സമുദായത്തെ മാത്രമേ അവർ സംരക്ഷിക്കൂ. ആ സമുദായത്തിൽപ്പെട്ടവർ ഈ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ശരിക്കും ഒരു പഠനം നടത്തി അത് വേണ്ടുന്ന രീതിയിലുള്ള ഉത്തരവുകൾ ഇറക്കിയാൽ മാത്രമേ ഇനി കാലാകാലങ്ങൾ വരുന്ന ഈ വിഭാഗക്കാർക്ക് ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഈ സ്കൂൾ വേണ്ടാന്ന് വെക്കണം. ഇത്രയും ഫണ്ട് അവരുടെ വകയിൽ തന്നെ ഇരിക്കുമല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ എയ്ഡഡ് മേഖല എന്ന് പറയുന്നതിൽ പോലും സംവരണം അവർക്ക് മടിയാണ് നടത്താൻ. അപ്പൊ എയ്ഡഡ് മേഖലയിൽ സംവരണം ഇല്ലാതിരിക്കുന്ന സമയത്തും SC സമൂഹം ഏത് രീതിയിലാണ് അവരുടെ തൊഴിൽ, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് എത്രമാത്രം മറ്റ് സ്കൂളുകളിൽ പോകുന്നു, അതൊക്കെ നന്നേ കുറവാണ്. 1% പോലും ഇല്ല. ആ സമയത്താണ് ഈ അയ്യങ്കാളി സ്കൂളിൽ പോലും പട്ടികജാതിക്കാർക്ക് വേണ്ട രീതിയിലുള്ള നിയമനങ്ങൾ ലഭിക്കാതെ പോകുന്നത്. ഈ പണ്ട് നമ്മുടെ മഹാനായ അയ്യങ്കാളി 10 BA വേണമെന്നാണ് പറഞ്ഞത്. ഇന്ന് 10 ലക്ഷത്തോളം IPS IAS ഉണ്ടെങ്കിൽ പോലും നമ്മളെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ ഈ ചരിത്രത്തിൽ നടക്കാത്ത ഒരു നിയമനമാണ് ഇപ്പൊ നടത്തിയത്. ഒരിക്കലും എംപ്ലോയ്മെന്റിൽ നിന്നൊന്നും അല്ല ഈ സ്കൂളിലത്തേക്കോ അല്ലെങ്കിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന സ്ഥാപനങ്ങളില് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഈ വകുപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്, ഞാൻ ഈ SC ഡിപ്പാർട്ട്മെന്റും ഡയറക്ടറേറ്റ് പോകുമ്പോൾ പാവപ്പെട്ട സ്ത്രീകളായാലും ചേട്ടന്മാര് വന്നാൽ പോലും അകറ്റിയാണ് നിർത്തുന്നത്. അവരവിടെ ആ പോസ്റ്റിൽ ഇരുന്നിട്ട് എന്തു വന്നത് ഇങ്ങനെ ആ ഒരു ചോദ്യം. അപ്പൊ അവര് വിചാരിക്കും എന്താണ് ദൈവമേ നമ്മൾ SC ആയത് കൊണ്ടായിരിക്കാം ഇവർക്ക് ഈ ഒരു അവഗണന ഉണ്ടാവുന്നത്. മിക്കപ്പോഴും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ആ സന്ദർഭങ്ങൾ എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വകുപ്പ് എന്ന് പറയുന്നത് വേണ്ട ഈ വകുപ്പ് അഴിച്ചുപണി എന്തായാലും ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോ ഇനിയും ഇതുപോലെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ SC ST സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം MRSകൾ നമ്മുടെ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതില് എല്ലായിടത്തും PSC പോസ്റ്റുകൾ അല്ലാത്തതുണ്ട്. ഈ PSC പോസ്റ്റുകൾ അല്ലാത്തത് ചില മാനദണ്ഡങ്ങൾ വെക്കുക. എന്താണ് അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇനി PSC എഴുതാത്തവർ, വിധവകള്, ഇങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ എന്താണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നിൽ നിൽക്കുന്നവർ, അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെ ആയിരിക്കണം. ആ ഉത്തരവിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് നിലവിൽ ഈ 2026 കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദലിത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ദലിത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വ്യക്തികളും അക്കാഡമിക്കലി അതുപോലെ തന്നെ അവരുടെ കഴിവ് പഴയതിൽ നിന്നും വളരെ ഉയർന്നിട്ടുണ്ട്. അവര് സാമൂഹികപരമായും രാഷ്ട്രീയപരമായൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും. ഈ 2026 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. UDF പോലും തുറന്ന് സമ്മതിക്കുന്ന ഒരു അഭിപ്രായമാണ് കേരളത്തിലെ UDFന്റെ വിജയത്തിൽ കേരളത്തിലെ SC ST സമൂഹത്തിന് മുഖ്യ പങ്കുണ്ടെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രഥമ വ്യക്തികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പൊ സാമ്പത്തിക വിദഗ്ധര് കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് അനേകം ആൾക്കാരുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവും ദീർഘവീക്ഷണമുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു ഉൾച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തുളസി മാഡം ഉൾപ്പെടെ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം.
എന്നിട്ട് ഒരു അഴിച്ചുപണി എങ്ങനെ ഇത് ഈ ഒരു മേഖല നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, എങ്ങനെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഈ സമൂഹത്തിനെ എങ്ങനെ കുറച്ചുകൂടി ആ ഒരു ഉന്നമനത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചർച്ച വരാതെ ഇതിനൊരു പരിഹാരം കിട്ടത്തില്ല. ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം തൊഴിലും കൊണ്ട് അവരുടെ സമൂഹം അവർ മാറുള്ളൂ. അല്ലാതെ ഒരു ബിസിനസ്സോ മറ്റു മേഖലകളോ അവർക്ക് പറ്റത്തില്ല. അപ്പൊ ആ വിദ്യാഭ്യാസത്തിലൂടെയും ആ ഒരു തൊഴിലിലൂടെ അവരെ കൈപിടിച്ച് ഏറ്റേണ്ടതാണ് ഈ വകുപ്പ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കണം. പക്ഷെ ഈ ഒരു സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളും തെളിവുകളും ഈ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ബോർഡിൽ മാത്രമേ ഉള്ളൂ അയ്യങ്കാളി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് മാത്രമേ ഉള്ളൂ. അത് ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച ലക്ഷ്യം വെച്ച ആശയങ്ങൾ ഒന്നും തന്നെ ഈ സ്കൂളിൽ നടപ്പാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്ന ഒരു നഗ്ന സത്യം എന്ന് പറയുന്നത്. ഇപ്പോ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിലിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് നടക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഈ സ്കൂൾ നല്ല രീതിയിൽ ഉയർന്നു വരണം, ഈ നാടിന് അഭിമാനമാകുന്ന ഒരു സ്ഥാപനമായി മാറണമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരും ഈ ഒരു മന്ത്രിസഭ ഇതിനു വേണ്ടി ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഭീം.